നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 1202 ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. മകൽ നക്ഷത്രക്കാരുടെ വർഷഫലത്തെയാണ് പറയാൻ പോകുന്നത്. മകൽ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഇത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളുമാണ്. കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് പ്രയാസം തോന്നുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കിപ്പം നിങ്ങളെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും നിങ്ങളെ സുഖിപ്പിച്ച് പറഞ്ഞ ഫലം തെറ്റായി പോകുമെന്നുള്ള ധാരണയോട് കൂടിയാണ് സുഖിപ്പിക്കാത്തത്. അവിടെ നിങ്ങൾക്ക് 8 ശനി ഡിസംബർ വരെ. ഡിസംബർ കഴിയുമ്പോൾ നമുക്ക് 2.5 വർഷം ഭാഗ്യസ്ഥാനത്ത് ശനി വരുമ്പോൾ നിങ്ങൾ ഹീറോ ആവും. അപ്പോൾ നമുക്ക് 2026 ഡിസംബർ വരെ ശനി നിന്നിട്ട് വീണ്ടും വക്രത്തിലേക്ക് വരും. 2028 മാർച്ച് വരെയൊക്കെ ഉണ്ട് നമുക്ക് ശനി പോയിട്ട് തിരിച്ചു വരുന്ന കാലഘട്ടം. അപ്പോൾ ചിലവർ മാർച്ചിൽ ശനി മാറണമല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുകയാണെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. പോയിട്ട് ആ ശനി തിരിച്ചു വരും. 2027 2 ശനി മാറ്റവും ഉണ്ട്. അത് ഞാൻ പിന്നീട് ശനിയുടെ വീഡിയോ ഇടാം. അപ്പോൾ അതുകൊണ്ട് ശനി ഡിസംബർ കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, വേഴഗ്രഹം 12-ലാണ്. 12-ാം വേഴം എന്ന് പറഞ്ഞൊരു സമ്പന്നൻ ദരിദ്രനായി പോകുന്ന സമയമാണ്. തോനെ പൈസ ഉണ്ടെങ്കിൽ ED ഇൻകം ടാക്സ് ഒക്കെ എടുത്തുണ്ട്. ഒരു പൈസ ഇല്ലെങ്കിൽ ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന സമയമാണ്. അപ്പം 12 വേഴം നല്ലതല്ല. പാപം യഞ്ച പതനം നിരയം വാമ്പുകം സാനപ്രംശഞ്ച വൈകല്യം ദോദശേന വിരിഞ്ഞ്. പാവം എന്ന് വെച്ചാൽ നമുക്ക് നല്ലത് ചെയ്യാനുള്ള മനസ്സുള്ളവരാണെങ്കിലും ഈ സമയത്ത് നമ്മൾ നിവൃത്തിയോട് കൊണ്ട് ദുഷ്ടതരങ്ങളൊക്കെ പറയും. ഇപ്പം പിള്ളേർക്ക് വസ്തു വേണം, പഠിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ വിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിറ്റ് കൊടുക്കൂല. അപ്പം പ്രശ്നമല്ലേ? അപ്പോൾ പിള്ളേർക്ക് നമ്മളോട് സ്നേഹം കുറയും. പിള്ളേരുടെ കല്യാണക്കാര്യം, വിദ്യാകാര്യം, വിദേശ യാത്രാ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അച്ഛനമ്മമാരെ അവർ വിരോധിക്കുകയുള്ളൂ. അങ്ങനെ സന്താന ക്ലേശം, പിള്ളേർ കലവിച്ചുവാനും മരിക്കുവാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് മക്കൾ പറയണത് കേട്ട് അവരെ സഹായിച്ചില്ലെങ്കിലും മക്കളെ നിനക്ക് വേണ്ടത് ചെയ്യാം എന്നൊരു വാക്ക് പറഞ്ഞാൽ പിള്ളേർക്ക് നമ്മളോട് വിരോധം തോന്നൂല. എനിക്ക് പഠിക്കാൻ പോകാൻ പൈസ വേണമെന്ന് മക്കൾ ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാമെന്ന് പറയണം. പിന്നെ അവർ നിങ്ങളെ ചോദിക്കാനും വരൂല, ആക്രമിക്കാനും വരൂല. തരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ വളരെ ഹാപ്പി ആയിട്ട് അവരെ കാര്യം നോക്കും. നമുക്ക് നമ്മളെ കാര്യം നോക്കാം. അത് തരൂല പറ്റൂല എന്ന് കൂടെ കയറി പറയുമ്പോഴാണ് അടി ഉണ്ടാവുന്നത്, കലകം വരണത്, വിരോധം വരണത്, പിള്ളേർക്ക് ചാവണമെന്ന് തോന്നുന്നത്, അവർ നിമിത്തം നമുക്ക് ചാവണമെന്ന് തോന്നുന്നതൊക്കെ ആയ സമയമാണ്. കാരണം 12 വേഴം നിൽക്കുമ്പോൾ വധോ എന്നൊരു പ്രമാണമുണ്ട്. 12 നമ്മൾ നിമിത്തം അവർ എത്തുന്ന അവർ നിമിത്തം നമുക്ക് ചാവണമെന്ന് തോന്നുന്ന സമയമാണ്. അത് പ്രത്യേകിച്ച് വേഴ സന്താനകാരകനും ധനകാരകനും ഭാഗ്യകാരകനും ഈശ്വരാനുഗ്രഹകാരകനുമാണ്. അപ്പോൾ ഈശ്വരാനുകൂല്യം പറഞ്ഞ് നിൽക്കണ കൊല്ലമാണ്. പല അമ്പലത്തിലും ആശുപത്രികളിലും ആശ്രമങ്ങളിലും ജ്യോത്സ്യന്മാരെടുത്ത് പോയിട്ട് എനിക്കൊരു ഗുണം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ദൈവങ്ങളെ, ആശുപത്രിക്കാരെയും ജ്യോത്സ്യന്മാരെയൊക്കെ നമ്മൾ വെറുക്കുന്ന സമയമാണ്. കാരണം മരുന്ന് തേച്ചിട്ടും മന്ദം തേച്ചും ഒരു ഗുണവും കിട്ടണമെന്ന് തോന്നുന്നത് 12 വേഴം നിൽക്കുമ്പോഴുള്ള കുഴപ്പമാണ്. ദൈവാനുഗ്രഹം മറഞ്ഞിരിക്കുന്ന സമയം. വ്യയഞ്ചാന്ന് വെച്ചാൽ എത്ര രൂപ നമ്മൾ കടമെടുത്താലും ലോൺ എടുത്താലും അതങ്ങ് തീർന്നു. ഒരു വീട് വയ്ക്കാനാണ് ലോൺ എടുത്താലും പൈസ വേറെ വഴിക്ക് പോകും. വീട് പണി പോലും ചൊവ്വ നേരെ ആക്കാൻ പറ്റാതെ വരും. പിന്നെ അത് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കി ആ പൈസയും കൂടെ വെച്ച് വീട് വയ്ക്കാതെ പോകും. അതും ഇതുമൊക്കെ നമുക്ക് ബ്രേക്കായി പോകും. വ്യയഞ്ച പതനം, 2 പതനമുണ്ട്. വണ്ടിയിൽ നിന്നൊക്കെ വീഴാൻ, അപകടങ്ങൾ സംഭവിക്കാൻ, ഉയരപ്പുറത്തുനിന്ന് സ്റ്റെപ്പിൽ നിന്നൊക്കെ വീഴാനൊക്കെ 2 ജോലി നഷ്ടപ്പെടുന്നത്, ഭാഗ്യം നഷ്ടപ്പെടുന്നത്, ലൈസൻസ് കട്ടാവുന്നത്, വിസ കട്ടാവുന്നത്, നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും മുടക്കം വരുന്നതൊക്കെ. സ്ഥാനപ്രംശം വെച്ചാൽ വീടും നാടും ഒക്കെ ഒന്ന് വിട്ടുമാറി കുറച്ച് സ്വസ്ഥത കിട്ടുമെന്നും കൊണ്ട് നാട് വിട്ടു പോണത്, വീട് വിട്ടു പോണത്, വിറ്റുപറക്കി പോണത്, വിട്ടുമാറി പോണതൊക്കെ ആയ സമയം. എവിടെ പോയാലും നമുക്ക് സമയം നല്ലതാണെങ്കിൽ നമുക്ക് പിടിച്ചു പറ്റി നിൽക്കാൻ പറ്റും. ഈ ദോഷ സമയത്ത് നമ്മൾ എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് പോയാലും നല്ല സാലറി, പ്രോഫിറ്റ്, കമ്മീഷൻ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഉള്ള ജോലിയും ഉള്ള പ്രവൃത്തികളും നമ്മൾ കളയാതെ ഉള്ളത് നമുക്ക് അരി വാങ്ങിക്കാനെങ്കിലും ഒരു ഗുണം കിട്ടും എന്ന് കരുതി ഉള്ളത് രക്ഷിച്ച് സംരക്ഷിച്ച് പോകണം. 2027 ജനുവരി കഴിയുമ്പോഴത്തേക്കും വേഴം വീണ്ടും നമുക്ക് 12 തന്നെ വരും. അപ്പോൾ 2027 6-ാം മാസം വരെ വേഴമാറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേഴൻ
നമുക്ക് 12-ലാണ്. അപ്പം ഈ ഒരു കൊല്ലം എന്ന് പറയുന്നത് വളരെ സമ്പന്നന്മാർ പോലും ദരിദ്രരെ പോലെ ആയി പോണ സമയമാണ്. ബന്ധുക്കളുടെ മരണവും ദോഷവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശനി 8 ഡിസംബർ വരെ വളരെ കാഠിന്യമാണ്. 8 ശനി നിൽക്കുന്ന സമയം വിത്തക്ഷയം, പ്രവാസാൻ, രോഗാൻ, ജനന്തി, മരണഭീതിയും ബാധാണ്, നഷ്ടം, നാട് വിട്ടുപോക്ക്, രോഗങ്ങളും മരണഭയം ഒക്കെയാണ്. പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളും അപകടങ്ങളും ആശുപത്രി കേസുകളൊക്കെ വരും. അതുകൊണ്ട് മരുന്നും വേണം, മന്ത്രവും വേണം. ഭയങ്കര ഗ്രഹപ്പഴ പിടിച്ച ഒരു സമയം. പിന്നെ നമുക്ക് ഇത്തിരി അനുകൂലം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ആ ഭക്തിയോടു കൂടിയുള്ള ജീവിതം, സ്നേഹത്തോടു കൂടിയുള്ള ആ സ്വഭാവ രീതികൾ, ഇതൊക്കെ കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം തോന്നുന്ന തരത്തിൽ നമ്മൾ പിടിച്ചു പറ്റാൻ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ടൊരു പുരോഗതി നമുക്ക് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവരുടെ സ്നേഹവും സന്തോഷവും സഹായം കൊണ്ടെങ്കിലും നമുക്ക് പിടിച്ചു പറ്റി നിൽക്കാൻ പറ്റും. കാരണം ഈ ശനി 8 നിൽക്കുന്ന സമയത്ത് നമുക്ക് നിര്യാണം, വിഷമാമയോ, സജ്ജനാപായോ, ഗ്രഹപ്രോഷണം, സ്ഥാനപ്രംശ, അനേന്ദ്രഗോപ, ജനവിദ്വേഷാർത്ഥപൂരി വേശ, ചോരാർത്ഥ, അപകൃതശ്ച മാനവഹതിർ, ദുഷ്കീർത്തിരേവന്തുത, വാചാസുർ കലസംഭവതോ അനഭിമത എന്നാണ്. അപ്പോൾ നിര്യാണം, ബന്ധുക്കളുടെയൊക്കെ മരണം, വിഷമമായ ആമയങ്ങൾ വെച്ചാൽ എത്ര ചെറിയ അസുഖം വന്നാലും വലിയ രോഗം നിങ്ങളങ്ങ് വിചാരിച്ചു പോകും. വലിയ രോഗം എന്നൊക്കെ സ്കാൻ ചെയ്താൽ പറയും എല്ലാ പാർട്സും പോയിരിക്കണം, കിഡ്നി പോയിരിക്കണം എന്ന് പറയും, കരട് കുഴപ്പമെന്ന് പറയും, വാൾവ് ബ്ലോക്ക് എന്ന് പറയും, മുഴയുണ്ടെന്ന് പറയും, ക്യാൻസർ ഉണ്ടെന്നൊക്കെ പറയും. ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിലും വലിയ ഭീഷണി നമുക്കുണ്ടായി പോകുന്ന സമയമാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമാണ്. വിഷമാവയോ അങ്ങനെ രോഗിയാണെന്നും കൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യാനൊന്നും പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വലിയ വലിയ രോഗങ്ങൾ മാറിക്കിട്ടും. വലിയ രോഗമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് രോഗമില്ലെന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ വരാൻ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വിഷമാവയോ, സ്വജനാവായോ, സ്വജനങ്ങൾക്കാവായോ എന്ന് വെച്ചാൽ നമുക്ക് പിള്ളേർക്ക്, കുടുംബത്തിന് പലവർക്കും ഇങ്ങനെ ഒന്നു മാറി ഓരോ അപായങ്ങൾ, ജോലി നഷ്ടപ്പെട്ടു, പൈസ നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, ഭാര്യ കലപിച്ചു, ഭർത്താവ് കലപിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ പൊതുവെ ഈ കൊല്ലം നമുക്കിത്തിരി ദുഃഖകരമായ പ്രയാസങ്ങളായതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. എങ്ങനെ? ഒന്ന്, സാമ്പത്തിക ഇടപാടുകളെല്ലാം നമ്മൾ സൂക്ഷിക്കണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളെല്ലാം കൂട്ടുകാരും പാർട്ട്ണറും പറ്റിച്ചുകൊണ്ട് പോകാതെ സൂക്ഷിക്കണം. 3, ബന്ധുക്കളോടെല്ലാം ആലോചിച്ച് ചിന്തിച്ച് മാത്രം സ്നേഹത്തോടു കൂടി പെരുമാറി കുടുംബ ബന്ധങ്ങളും ബിസിനസ്സുകളും കൈകാര്യം ചെയ്യണം. 4, വാഹനങ്ങൾ ഓട്ടിക്കണം, സൂക്ഷിക്കണം. 5, കുരുക്കുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ പെരുമാറ്റങ്ങളും ശ്രദ്ധാഭക്തി പുരസ്സരമുള്ള ജീവിതശൈലിയും കുടുംബദേവനെയും വഹിച്ച് കുറച്ച് ജപവും തപവും നടത്തി മരുന്നും മന്ത്രവും ഒക്കെ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ വലിയ ഗ്രഹപ്പഴ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ഒരു ഗ്രഹപ്പഴ ഉള്ള ഒരു രാശി ഈ കൊല്ലം വേറെ ആർക്കും ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിരോധമാണെങ്കിലും നിങ്ങൾ ഇന്നോട്ട് നാമജപങ്ങൾ നടത്തുക. ശനി പിഴച്ച് നിൽക്കുന്നത് കൊണ്ട് ശാസ്താവിനെ ഭജിക്കുക, പിന്നെ ശിവനെ ഭജിക്കുക, പിന്നെ വേഴം 12 വിഷ്ണുവിനെ ഭജിക്കണം. ശ്രീരാമ ദേവതാര വിഷ്ണു എന്നാണ്. മത്സ്യം, കൂർമ്മം, വരാഹൻ, നരസിംഹൻ, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, ഇങ്ങനെയുള്ള വിഷ്ണുവിനെ ഭജിക്കണം. വേഴം 12. എന്നിട്ട് എല്ലാ സാമ്പത്തിക രേഖാമൂലം നമ്മൾ ചെയ്യണം. ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോകുമ്പോഴും പൂജയും മന്ത്രവും പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ജയിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും മാർക്കൊക്കെ എത്തി കുറഞ്ഞു പോകണം. സരസ്വതി പൂജയും നവഗ്രഹ പൂജയൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് മോശമെന്ന് കരുതി നമ്മൾ പേടിച്ചിരിക്കരുത്. കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നടത്തണം. പിന്നെ നിസ്സാര കാര്യത്തിന് പോലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും വീട്ടിലുള്ളവരുമായിട്ട് ആലോചിച്ച് അവർ പറയണ ഉപദേശങ്ങൾ സ്വീകരിച്ച് ജീവിക്കണം. ജാതകം കൂടെ ഒന്ന് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളാണെങ്കിൽ, നല്ല ഭാഗ്യമുള്ള ജാതകങ്ങളാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വലിയ കുഴപ്പങ്ങളൊന്നും ബാധിക്കില്ല. അടിസ്ഥാനപരം നമുക്ക് നല്ലതാണെങ്കിൽ കുഴപ്പങ്ങൾ ബാധിക്കില്ല. ഇത്രയും വലിയ സുനാമി വന്നിട്ടും കടലിൽ കിടന്ന ഒരു കപ്പൽ പോലും കവന്നു പോയില്ല. നാട്ടിൽ ബോട്ടുകളും വള്ളങ്ങളും ആൾക്കാരൊക്കെ ചത്തുപോയിട്ടുണ്ട്. അപ്പം അതേപോലെ വലിയ ഭീഷണിയുള്ള സ്ഥലത്തും
നമുക്ക് നല്ലതാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ സാരം. അപ്പം അതുകൊണ്ട് നമ്മൾ ഭഗവാനെ ഭജിച്ച് ഓണം ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുഞ്ജയം ഐശ്വര്യ പൂജയൊക്കെ ചെയ്ത് ഒരു വർഷത്തേക്ക് നമുക്ക്, പിന്നെ ഡിസംബർ കഴിയുമ്പോൾ ശനി 8 9 വരെ 2.5 വർഷത്തേക്കുണ്ട്. എന്നാലും 2028 കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. പക്ഷെ എങ്കിലും ആ സമയത്ത് നമുക്ക് നല്ല ജോലിയും പൈസയും കാര്യമൊക്കെ കിട്ടും. ഇപ്പോൾ ഉള്ള ജോലി കളയാനോ പ്രമോഷൻ കിട്ടിയില്ല, സാലറി കിട്ടിയില്ല, മാർക്ക് കിട്ടിയില്ല അതുകൊണ്ട് വിഷമിക്കാനോ പോകരുത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കണം. ജാതകം പരിശോധിക്കണമെങ്കിൽ ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഈ ഫീസ് ഇതൊക്കെ അയച്ചു തരണം. എല്ലാ ഫോണിൽ കൂടെ വിളിക്കരുത്, മെസ്സേജുകൾ തന്നെ ഇടാൻ ശ്രമിക്കണം. നിങ്ങളെ കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ പറഞ്ഞതല്ല. നിങ്ങൾ ഈ കേട്ട സമയത്തുള്ള വിഷമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഭക്തിയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. കാലഭൈരവനെയും വന്ന് തൊഴുവണം. അവിടെ എല്ലാ ദോഷങ്ങളും മാറ്റി കിട്ടുന്ന ഭഗവാന്മാരുള്ള സ്ഥലമാണ്. മൃത്യുദോഷവും ശത്രുദോഷവും ആപത്തും അപകടവും ഒക്കെ മാറി കിട്ടും. അത് കടം മാത്രം മാറ്റാൻ ഒരാശുപത്രിക്കാർക്കും ഒരു കോടതിക്കും പറ്റില്ല. കടം വാങ്ങിക്കാതിരിക്കാൻ പറ്റുന്നതേ നമുക്ക് പറ്റൂ. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ കടമൊന്നും വാങ്ങിക്കേണ്ട. ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്നതിനും നിങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിനും ഈ ഗ്രഹപ്പഴയുള്ള കാലം ഒരു ദോഷവും ബാധിക്കരുതേ ഭഗവാനെ എന്ന് കാലഭൈരവനോടും പത്മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.